ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. ഒരുപാട് സ്പൈസി ഒന്നും ഇല്ലാത്ത, അതുപോലെ തന്നെ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് വരുന്ന നല്ലൊരു കറിയാണിത്. ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടത്ത് നല്ല കോമ്പിനേഷനാണ്. പിന്നെ എരിവൊന്നും ഒരുപാട് കഴിക്കാത്ത മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് ഒക്കെ പറയണം കേട്ടോ. ഈ കറി ഉണ്ടാക്കാൻ ഞാൻ 350 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോണുള്ളതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ പിള്ളേരുടെ ഇഷ്ടം നോക്കിയിട്ട് ഞാനിവിടെ ബോൺലെസ് എടുത്തതേ ഉള്ളൂ. ഏത് ടൈപ്പ് ചിക്കൻ ആയാലും കുഴപ്പമില്ല, ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. കറി വഴറ്റാൻ വേണ്ടിയിട്ട് 7 ചെറിയ പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 ചെറിയ പീസ് ഇഞ്ചി, 3/4 കപ്പ് ചെറിയുള്ളി ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ സവാളയൊക്കെ എടുക്കുന്നെങ്കിൽ 1.5 മീഡിയം പീസ് സവാള മതിയാവും. 4-5 എരിവുള്ള പച്ചമുളക്, 2.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഒരു മീഡിയം പീസ് ടൊമാറ്റോ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കറിയിലേക്ക് അരച്ച് ചേർക്കാനായിട്ട് ഒരു 16 പീസ് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ 1 കപ്പ് നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കും കൂടെ വേണം. ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ കറി ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ്. നിങ്ങൾക്ക് കുക്കറിലാണ് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ചട്ടി നന്നായിട്ട് ചൂടായപ്പോൾ ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ വെളുത്തുള്ളി ഇഞ്ചിയും നന്നായിട്ടൊന്ന് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ റോസ് സ്മെല്ല് ഇവിടെ നന്നായിട്ട് ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വഴറ്റുന്ന സമയത്തൊക്കെ കുറച്ച് തീ ഒന്ന് കുറച്ച് വയ്ക്കുകയാണ് നല്ലത്. കാരണം നമ്മൾ ചട്ടിയാണല്ലോ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും തേങ്ങാക്കൊത്തും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഉള്ളിയൊക്കെ പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതൊന്നിവിടെ റെഡി ആകുമ്പോൾ നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. പെരിഞ്ജീരകമൊക്കെ നന്നായിട്ട് ചൂടാക്കി പൊടിച്ചതാണിത്. ഇപ്പോൾ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചും കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഇനി തക്കാളിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചട്ടിയുടെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തത്. ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി വരുന്നവരെ അടച്ചു വെച്ച് വേവിക്കണം. കണ്ടോ, ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനും കൂടി ചേർത്തിട്ട് ഈ മസാലയിലിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് 1 കപ്പ് ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. ചൂടുവെള്ളത്തിന് പകരം പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് ഒരു പച്ചവെള്ളത്തിൻ്റെ ചുവയായിരിക്കും. അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷേ ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് അറിയില്ലെങ്കിലോ എന്നോർത്ത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഞാനിനി ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് എനിക്ക് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ അല്പം കൂടെ ചേർത്തിട്ടുണ്ട്. എരിവ് കറക്റ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളകും കൂടെ അതിനകത്ത് കീറിയിട്ടാൽ മതി. ഇനി ഏകദേശം ഒരു 10-15 മിനിറ്റ് നമുക്ക് ഈ കറി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്ക് തുറന്നു നോക്കിയിട്ട് 1-2 പ്രാവശ്യമൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ കുക്കറിലാണ് കറി വയ്ക്കുന്നതെങ്കിൽ ഇത്ര വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. 1/2 കപ്പ് ചൂടുവെള്ളം മാത്രം ചേർത്താൽ മതി. കുക്കറിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. ഇതിപ്പോൾ ചട്ടി ആയതുകൊണ്ട് കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ വെള്ളമൊക്കെ പാകത്തിന് വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് അരച്ച് ചേർക്കാൻ പോവാണ്. ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിൽ നിന്ന് കുറച്ച് ചേർക്കണം. അതുപോലെ തന്നെ 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. കാഷ്യൂസൊക്കെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് മിക്സ് ചെയ്യാം. കാഷ്യൂനട്ട് അരച്ചതും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്ന കറിയായതുകൊണ്ട് ഒരുപാട് തിളച്ചു പോരുത്. സൈഡൊക്കെ ജസ്റ്റ് തിളച്ചു വരുന്ന സമയത്ത് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി.
ഇനി ഈ കറിയിലേക്ക് ഒരു നുള്ളു ഗരം മസാലയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കണം. ഇപ്പം നമ്മുടെ കറിക്ക് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ മറക്കാതെ ഒന്ന് ചെയ്യും കൂടി ചെയ്യണം കേട്ടോ. അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്